ഒരു കാലത്ത് മലയാളികളുടെ എല്ലാം വലിയ ഫുട്ബോൾ ആരാധനയായിരുന്ന ഒരാളുണ്ട്. തൃക്കരിപ്പൂരിലെ എം സുരേഷ് എന്ന നമ്മുടെ ദേശീയ താരം ഫുട്ബോളിലെ. ഈ ഫുട്ബോളിൻ്റെ മാമാങ്ക കാലത്ത് സുരേഷ് ഏട്ടൻ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് നോക്കാം. സുരേഷ് ഏട്ടാ, പുതിയ ഫുട്ബോൾ യുദ്ധം തുടങ്ങുകയാണ്. എന്താണ് പറയുന്നത്? എന്താ പറയുന്നത്, എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ്. കാരണം ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫുട്ബോൾ മാമാങ്കമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് എന്തായാലും ലോകത്തിലെ എല്ലാ ജനങ്ങളും കാണും, അതിൽ മലയാളികളെല്ലാവരും കാണണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഈ ടീമുകളുടെ ഒരു ഫോമിൻ്റെ ഒരു സാധ്യത വെച്ചിട്ടാണല്ലോ നമ്മൾ വിജയസാധ്യത മനസ്സിലാക്കുക. എങ്ങനെയാണ് ഇപ്പം മുമ്പിൽ വന്നിട്ടുള്ള റേറ്റിങ്ങിലുള്ള ടീമും ഒക്കെ എങ്ങനെയാണ് വിലയിരുത്തുമ്പോൾ? അല്ല, ഇപ്പം ടീമിൻ്റെ ഇത് നോക്കുമ്പോൾ സ്പെയിനുണ്ട്, ജർമ്മനിയുണ്ട്, ഇംഗ്ലണ്ടൊക്കെ നല്ല ടീമാണ്, പോർച്ചുഗലുണ്ട്. എല്ലാ ടീമും നല്ല കളിക്കാൻ. ഇപ്പം ക്ലബ് ലെവലിൽ കളിച്ച പ്ലേയേഴ്സിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടീമിൽ ഫ്രാൻസ്, നമുക്ക് ഹോളണ്ട് എഴുത്തള്ളാൻ പറ്റില്ല. എല്ലാം നല്ല ടീമാണ്. ആർക്കും കപ്പ് എന്നാണ്. ചിലപ്പോൾ ഏതെങ്കിലും പുതിയൊരു ടീം വരാം. കാരണം ഇപ്പോൾ എല്ലാ ചെറിയ രാജ്യങ്ങളും അവരെ കളിക്കാരൊക്കെ യൂറോപ്പിലൊക്കെ കളിക്കുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ടീമും ഫൈനലിലേക്ക് എത്താം, സെമി എത്താം. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ടീം നമ്മൾ സപ്പോർട്ട് ചെയ്യും. ലെജൻസ് ഒക്കെ ഒരു കാലത്തിൻ്റെ ലെജൻസ് ചിലപ്പോൾ വിടവാങ്ങലൊക്കെ നടത്താവുന്ന ഒരു മത്സരം കൂടിയാണ്. അങ്ങനെയും കൂടെ ഒരു പ്രാധാന്യമില്ല ഉണ്ട്, ശരിക്കും ഉണ്ട്. കാരണം റൊണാൾഡോ എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്ത വർഷം ഉണ്ടാവുന്നത്. മെസ്സി ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ. 4 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കളി. നെയ്മറും ചാൻസ് കുറവാണ്. നമുക്ക് കൂടുതൽ ടീമുകളുടെ എണ്ണമൊക്കെ കൂട്ടിയിട്ടുണ്ട്. ടീമുകളുടെ എണ്ണം കൂട്ടിയത് കുറേ സാധ്യതയാണ്. കുറേ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ അതിൽ വന്നു. നമുക്ക് പക്ഷെ വരാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു സങ്കടവും നിരാശയായിട്ട് ഫുട്ബോൾ ആരാധകർക്ക് അതുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യ ഒപ്പം കളിക്കുന്ന എല്ലാവർക്കും ഒരു ഇതാണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് പ്രീ വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരമൊക്കെ കളിച്ചിട്ടുള്ളതാണ്. നമുക്കവിടെ എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ടീമിനെ കൂട്ടി എന്നിട്ട് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റൊക്കെ വിചാരിച്ചാൽ നമുക്ക് എത്താൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ. കാരണം നല്ലൊരു കോച്ചിനും ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല കോച്ചസിനെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ നിർത്തി ചെയ്താൽ നമുക്ക് എത്താൻ പറ്റുന്ന കാര്യമുള്ളൂ. ഈ ഒപ്പുകൾ നിറഞ്ഞൊരു ഫുട്ബോൾ സുരേഷേട്ടൻ്റെ കയ്യിലും ഇത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ചെന്നൈയിൽ വെച്ചിട്ട് ബ്രസീൽ ലെജൻഡായിട്ട് ഒരു മാച്ച് കളിച്ചു. റൊണാൾഡിനോ വന്നിട്ടുണ്ടായിരുന്നു, റിവാൾഡോ, ആ ടീം, അവർ വേൾഡ് കപ്പ് ജയിച്ച ടീം. അപ്പോൾ അതിൽ ഞാൻ വിചാരിട്ടും പ്രതിഭയൊക്കെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ലെജൻസ് എന്ന് പറഞ്ഞിട്ട്. അന്ന് അവർ സൈൻ ചെയ്ത് തന്ന ബോളാണ് ഹോട്ടലിൽ വെച്ചിട്ട്. തീർച്ചയായും സുരേഷ് ഏട്ടൻ വളരെ പ്രതീക്ഷയിലാണ്. മികവുള്ളവർ വിജയിക്കട്ടെ എന്ന നിലപാടിലാണ് മുൻ ദേശീയ താരം കൂടിയ സുരേഷ് ഏട്ടൻ. തൃക്കരിപ്പൂരിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.